എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് വാട്ടർമെലൺ മൊഹിറ്റോ, അതുപോലെ തന്നെ പൈനാപ്പിൾ മൊഹിറ്റോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ മൊഹിറ്റോ ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ താഴെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കി വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കണ്ടാൽ നേരെ വീഡിയോയിൽ പോയാലോ. മൊഹിറ്റോ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇതൊക്കെയാണ്. നമ്മളൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ മൊത്തത്തിലൊന്നും വേണ്ട, ചെറിയൊരു ഭാഗം മാത്രം മതി. പിന്നെ നമ്മൾ കുറച്ച് പൊതിന എടുത്തിട്ടുണ്ട്, പിന്നെ 2 ചെറുനാരങ്ങ, പിന്നെ ഒരു ക്ലബ് സോഡയാണ് വാങ്ങിയുള്ളത്. പിന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് മുറിച്ചെടുക്കണം. പീസ് നമുക്ക് മുറിച്ചെടുത്താൽ ഇത്ര പോകുന്നൊരു ഭാഗം മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിതാ ചെറിയൊരു പീസ് മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ തോരക്കളി നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. തോലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ വെച്ചിട്ട് നമുക്ക് ഇനി മുറിച്ച് പീസാക്കി വെക്കണം. നമ്മുടെ ഈ പൈനാപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നാരങ്ങ നടു മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ നാരങ്ങയുടെ നീരൊക്കെ നമുക്കൊരു പാത്രത്തേക്ക് മാറ്റണം. നമ്മളുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചു. നാരങ്ങയുടെ നീരെല്ലാം നമ്മളൊരു പാത്രത്തേക്ക് പിഴിഞ്ഞെടുക്കണം. നമ്മുടെ ആവശ്യത്തിലുള്ള നാരങ്ങ നീര് മൊത്തം ഒരു പാത്രത്തേക്ക് ആക്കിയാണ്. ഇനി അതിന് ശേഷം അതിൽ കുറച്ച് കുരുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമുക്ക് സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് കുരുകളൊക്കെ എടുത്ത് പുറത്തേക്ക് കളയണം. നമ്മളുടെ നാരങ്ങയിലത്തെ കുരു മൊത്തം കളഞ്ഞിട്ട് ഇനി നമുക്ക് ഈ നാരങ്ങ നീര് നമ്മുടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം. നമ്മളുടെ നേരത്തെ അടിച്ചു വെച്ച പൈനാപ്പിൾ ജ്യൂസ് അതിലേക്ക് ഒരു പകുതിയോളം ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു നാരങ്ങയുടെ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ അതിൽ നിന്ന് ആവശ്യമുള്ള പൊതിന എടുത്തിട്ട് നമ്മളെ കൈ കൊണ്ടൊന്ന് അടിച്ചതിന് ശേഷം ഇങ്ങനെ നാക്കിയിട്ട് നമ്മളുടെ ജ്യൂസിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇട്ടാൽ മതി, കൂടിയാലൊരു ചോയ വരിക. അതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. പൈനാപ്പിൾ ഓൾറെഡി മധുരം ഉള്ളത് കൊണ്ട് കൂടാണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ശേഷം നമ്മൾ നേരത്തെ നുറുക്കി വെച്ച ഒരു ചെറുനാരം കൂടി അതിന് മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കഴിച്ച് നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി അവസാനത്തെ നമ്മുടെ പരിപാടിയായി ക്ലബ് സോഡ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഗൈസ് നമ്മുടെ മൊഹിറ്റോ പൈനാപ്പിൾ മൊഹിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പായതുകൊണ്ട് തന്നെ കുടിച്ച് കാണിച്ചു തരാനൊന്നും പറ്റില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഗൈസ് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ പുതിയൊരു വീഡിയോയിൽ കാണാം. അത് എല്ലാവർക്കും break down, always feel like I could break now, but I never let it take me to that place now.